Hi friends, എല്ലാ കൂട്ടുകാർക്കും കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് എങ്ങനെയാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്, നമ്മുടെ വീട്ടിലെ അടുക്കളത്തോട്ടത്തിലൊക്കെയുള്ള കൃഷിക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇല കുരുടിപ്പ്, ഇലയിലെ കറുത്ത പൊട്ടുകൾ, അതല്ലെങ്കിൽ വേര് ചീയൽ, വേരിലുണ്ടാകുന്ന പൂപ്പൽ രോഗം, അതിലെ ചെടിയുടെ തണ്ടിലുണ്ടാകുന്ന പൂപ്പൽ, ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് പേര് പറയുന്ന കാര്യമാണ്. അപ്പോൾ ചെടി നശിച്ചു പോകുന്ന ഒരു അവസരത്തിൽ നമുക്ക് രക്ഷിച്ചെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പോൾ നമ്മുടെ ചെടിയുടെ ഓരോ ദിവസവും നമ്മൾ ശ്രദ്ധിക്കുക. ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചെടിയുടെ അവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള കീടനിയന്ത്രണ മാർഗ്ഗങ്ങൾ ചെയ്യുക. ഇപ്പോൾ ജൈവ രീതിയിൽ നമ്മൾ ജൈവ നിയന്ത്രണങ്ങൾ എന്ന് പറയുമ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഈ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വേണം ചെയ്യാൻ. അല്ലാതെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ രക്ഷിച്ചെടുക്കുക എന്നതിനേക്കാളും അതിനെ പ്രതിരോധിക്കാനാണ് ജൈവ രീതിയിലുള്ള കീടനിയന്ത്രണ മാർഗ്ഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. പച്ചക്കറികളിലെ ഇല മുരുടിപ്പ്, ഇവിടെ കണ്ട ഇല ഉള്ളിലേക്ക് കുരുണ്ട് വരുന്ന അവസ്ഥ, ഇത് ഏറ്റവും നല്ലത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുക എന്നുള്ളത്. പച്ചമുളക്, അതുപോലെ തക്കാളി, പയർ, ഇതിൻ്റെയൊക്കെ ഇല ഉള്ളിലേക്ക് ചുരുണ്ട് വരുന്ന അവസ്ഥ, അതിന് ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് ഈ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ വേര് ചീയൽ, അതുപോലെ തന്നെ ഇലകളിൽ പുള്ളി കുത്തുപോലുള്ള പാടുകൾ ഉണ്ടാകുക, ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നാണിത്. ഇത് നമുക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിന് വലിയ വിലയൊന്നുമില്ല, 20 രൂപയ്ക്ക് നമുക്കിത് വാങ്ങിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന വിധം, ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത് നാച്ചുറലി ഒക്കേഡ് ആയിട്ടുള്ള ഒരു കെമിക്കലാണ്. അപ്പോൾ ആ കാര്യം തന്നെ ആദ്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. കാര്യം നമ്മളിത് ഉപയോഗിക്കുന്നത് അതനുസരിച്ച് ശ്രദ്ധിച്ച് വേണം. നമ്മൾ ഓവറായിട്ട് ചെടികളുടെ ഇലകളൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇല കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് അളവ് ശ്രദ്ധിച്ച് വേണം ഇത് ഉപയോഗിക്കാനെന്നുള്ളതാണ്. നമ്മുടെ വാട്ടർ ആണെങ്കിൽ H2O ആണെങ്കിൽ നമ്മുടെ ഈ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2, അതേ ഉള്ളൂ വ്യത്യാസം. നമ്മുടെ വാട്ടറിൻ്റെ തന്നെ എലമെൻ്റാണ് ഇതിലും. നമുക്കറിയാം, മുറിവുകളൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ ഇത് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത് മെഡിക്കൽ ഷോപ്പിൽ കിട്ടുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഗ്രോ ബാഗിലാണെങ്കിലും അല്ലെങ്കിൽ ചട്ടിയിലൊക്കെ ആണെങ്കിലും പച്ചക്കറികളൊക്കെ നടുമ്പോൾ അതിന് ശരിക്കും അതിൻ്റെ അകത്ത് 25% വെള്ളം വേണം. അതുപോലെ തന്നെ എയർ സർക്കുലേഷനൊക്കെ നന്നായിട്ട് വേണം. അങ്ങനെ ഇല്ലെങ്കിലാണ് നമ്മുടെ ചെടി നന്നായിട്ട് വളരാതിരിക്കുക, മുരടിച്ച് പോവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് നമുക്ക് അങ്ങനെ മുരടിച്ച് നിൽക്കുന്ന ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് വളരുന്നതായിട്ട് കാണാറുണ്ട്. ഒരു ചെടി നന്നായിട്ട് വളരാനായിട്ട് 45% മിനറൽസും 5% ഓർഗാനിക്, അതുപോലെ 25% വെള്ളവും 25% വായുവുമാണ് ആവശ്യമായിട്ടുള്ളത്. ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതാണ്, അവരുടെ ഗ്രോ ബാഗിലെ വഴുതന വളരുന്നില്ല, ഭയങ്കരമായിട്ട് മുരടിച്ച് പാടിയൊക്കെ പോയി. അപ്പോൾ അത് ഗ്രോ ബാഗ് ഒന്ന് മറച്ചിട്ട് നോക്കിയപ്പോൾ അതിനകത്ത് ഭയങ്കര സെറ്റായിട്ടിരിക്കുന്ന പോലെ, കട്ടിയായിട്ടിരിക്കുന്ന പോലെ തോന്നിയെന്ന് പറയാം. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് മണ്ണിളക്കം കിട്ടാത്തത് കൊണ്ടാണ് ആ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ നന്നായിട്ട് വളമാണെങ്കിലും വെള്ളമാണെങ്കിലും ഒന്നും ചെടിക്ക് നേരാവണ്ണം വലിച്ചെടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അതിനാണ് നമ്മൾ വേരിളക്കം കിട്ടാനായിട്ടാണ് നീർവാഴ്ചയുള്ള മണ്ണ് വേണം നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കാനെന്ന് നമ്മൾ മിക്കവാറും പ്ലാന്റുകളുടെ കെയറിൽ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചകിരിച്ചോറ് വെള്ളത്തിലിട്ട് അത് നനച്ച് കുതിർത്ത് അത് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ മണ്ണിൽ അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ ചേർക്കാറുണ്ട് അല്ലേ, കൃഷിക്കായിട്ട് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോൾ. അതേപോലെ തന്നെ നമ്മൾ കരിയിലയും ഉണക്കി പൊടിച്ചത് ചേർക്കാറുണ്ട്. അപ്പോൾ നന്നായിട്ട് മണ്ണിളക്കം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരുന്നാൽ ഈ ഒരു പ്രശ്നം മണ്ണ് സെറ്റായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മണ്ണിലെ ഓക്സിജൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും മണ്ണിളക്കം വർദ്ധിപ്പിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കാവുന്ന ഒന്നാണ്. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇപ്പോൾ വളരെ മുരടിച്ച് നിൽക്കുന്ന ഒരു ചെടിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചെടി നന്നായിട്ട് വളരാനും വേരുകൾക്ക് വളം വലിച്ചെടുക്കാനും സാധിക്കും. നമുക്കറിയാം, വഴുതന, പച്ചമുളക്, ഇത്തരം ചെടികൾക്ക് ബാക്ടീരിയൽ വാട്ടം മൂലം ഒരു ദിവസം പെട്ടെന്ന് ചെടി ഇങ്ങനെ വാടി തളർന്നൊക്കെ പോകാറുണ്ട്. ആ ഒരു അവസരത്തിൽ നമുക്ക് പെട്ടെന്ന് രക്ഷിച്ചെടുക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്യുക എന്നുള്ളത്. നമുക്കറിയാം, കാൽസ്യത്തിൻ്റെ കുറവ് മൂലം ഒക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്, അല്ലെങ്കിൽ മണ്ണിൻ്റെ pH-ൻ്റെ പ്രശ്നങ്ങൾ മൂലം ഒക്കെ വരാറുണ്ട്. ഇത് ഒരു 10 ml ഒരു ചെറിയൊരു കപ്പാണ്. നമുക്ക് ഇപ്പോൾ മെഡിസിൻസ് സിറപ്പൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുപോലെ മിക്കവരുടെ വീട്ടിലുണ്ടാകും. അപ്പോൾ അതുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് നമുക്ക് 30 ml നമുക്ക് എടുത്തിട്ട് ചെടികളുടെ ഇതുപോലെ വേര് ചെയ്യൽ, അതുപോലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ പൂപ്പൽ കാണുക തണ്ടിൻ്റെ ഭാഗത്ത്, ഒരുപാട് പേര് പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ ഒന്ന് ചെടി നശിച്ചു പോകുമെന്നുള്ള കണ്ടീഷനിൽ നമുക്ക് വാട്സപ്പിൽ ഫോട്ടോയൊക്കെ അയച്ചു തരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇതൊരു 10 ml അപ്പോൾ ഒരു 3 കപ്പ് ഒഴിച്ചിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെടി ഗ്രോ ബാഗ് ആണെങ്കിൽ അത് നനയത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്.
നമ്മുടെ പച്ചമുളകിലെ ഇല കുരുടിപ്പിൻ്റെ ഒരു കാരണം മണ്ടരി, അതുപോലെ തന്നെ ഇലപ്പേൻ ഇതുപോലുള്ള കീടങ്ങളുടെ ആക്രമണം മൂലമാണ്. അപ്പോൾ ഇതിന് നമ്മൾ സാധാരണ നമ്മൾ ചെയ്യാറുണ്ട്, ഇതിങ്ങനെ ഇല നുള്ളി കൊടുക്കുക, അതുപോലെ തന്നെ കുമ്മായവും നമ്മുടെ ചാരവും കൂടി മിക്സ് ചെയ്തൊക്കെ തൂളി കൊടുക്കുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഇത് ഒരുപാട് കടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ചെടികൾ നോക്കുക. അതുപോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ അതിനുള്ള സൊല്യൂഷൻ നമുക്ക് മനസ്സിലാക്കി വയ്ക്കുക, അത് ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഇല കുരുടിപ്പിന് ചെയ്യാൻ പറ്റിയ മറ്റൊരു കാര്യമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഇല കുരുടിപ്പ് ഇപ്പോൾ കൂടുതലായിട്ടുള്ള ഇലകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ, ഇല ഉള്ളിലേക്ക് വളഞ്ഞ് കൂടുതലായിട്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മളത് ആ ഇലകൾ നമ്മൾ നുള്ളിക്കളയുക. പിന്നെ സൂക്ഷ്മമൂലകങ്ങളുടെ കുറവ് കാരണവും ഇല കുരുടിപ്പ് വരാം. അത് നമ്മൾ ഇലകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും എന്താണ് പ്രശ്നമെന്ന്. അപ്പോൾ ഇതിൻ്റെ മറുവശം കൂടി നന്നായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓവറായിട്ടുള്ള അളവിൽ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല. കൂടുതൽ അളവിൽ നമ്മൾ ഇതിൻ്റെ ഇലകളിലൊക്കെ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇല കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള അളവ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. വീഡിയോയുടെ സ്റ്റാർട്ടിങ് കണ്ടിട്ട് അങ്ങോട്ട് കൊണ്ട് ഒഴിച്ചിട്ട് കരിഞ്ഞു പോയെന്ന് ആരും എന്നോട് പരാതി പറയരുത്. അപ്പോൾ ശരിക്കും ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കാനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സാധിക്കുമെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതൊരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ഇട്ടെന്നേ ഉള്ളൂ, ഗ്ലൗസ് ഉണ്ടായിരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഗ്ലൗസ് ഉണ്ടെങ്കിൽ മാക്സിമം ഗ്ലൗസ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചെടി വല്ലാതെ മുരടിച്ച് നശിച്ചു പോകുന്ന ഒരു അവസരത്തിലാണ് നമ്മൾ പൊതുവെ ഈ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത്. അല്ലാതെ വളമായിട്ട് ചെടി നന്നായിട്ട് വളരും, നല്ല പച്ച കളറില ആർത്ത് വളരും എന്നൊക്കെ ഉള്ളത് ശരിയാണെങ്കിൽ നമ്മളത് അങ്ങനെ ഉപയോഗിക്കരുത്. പിന്നെ നേഴ്സറികളിലൊക്കെ ചിലപ്പോൾ ഇത് ഉപയോഗിക്കുമായിരിക്കും, ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാകും, നിങ്ങളങ്ങനെ കേട്ടിട്ടുണ്ടാകും. പക്ഷേ അതങ്ങനെ നമ്മൾ കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ചെടി പെട്ടെന്ന് വളരും. നമുക്കറിയാം, നമ്മൾ ചിലയിടത്തു നിന്നൊക്കെ ചെടി വാങ്ങിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടി നന്നായിട്ട് ആളിച്ച് വളരും, കുറച്ചുകൂടെ കഴിഞ്ഞാൽ അതങ്ങ് അതുപോലെ തന്നെ ഡിം ആകുകയും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ 5 മില്ലി നമ്മൾ ഈ എടുത്തിരിക്കുന്ന ബോട്ടിലിൽ ഈ കപ്പിൽ ഇത് 10 ml-ൻ്റെതാണ്. അപ്പോൾ 5 ml 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ആ ഒരു കാര്യം. ഇപ്പോൾ ഇത് നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിനാണെങ്കിലും നമ്മുടെ പൂച്ചെടികൾക്കാണെങ്കിലും ഒക്കെ ചെയ്യാവുന്ന ഒന്നാണ്, സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതിന് ചെടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് വല്ലപ്പോഴും കൂടി ഉപയോഗിക്കാവുന്ന ഒന്നാണ്. ഇത് കൂടിയ അളവിലായാൽ ചെടി കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പം നമുക്ക് അങ്ങനത്തെ ഒന്ന് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ചൊരു പുല്ലൊക്കെ പിടിച്ച് നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇതൊന്ന് കൂടിയ അളവിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. കോൺസെൻട്രേഷൻ നമ്മൾ ഈ പറഞ്ഞതിൽ നിന്ന് കൂട്ടി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ അത് കരിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു കാര്യം നമ്മൾ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളതിനെക്കുറിച്ച്. ചില ആളുകൾ പോട്ടിംഗ് മിക്സിലും അതുപോലെ തന്നെ വിത്ത് നടുന്ന സമയത്ത് വിത്ത് ഒന്ന് മുക്കിയിട്ടൊക്കെ ഉപയോഗിക്കാനും അങ്ങനെ പല രീതിയിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. നമുക്ക് ഏറ്റവും നല്ലത് സ്യൂഡോമോണസ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് ആ രീതിയിൽ വിത്ത് മുക്കി വെച്ച് ഉപയോഗിക്കാനൊക്കെ ചെയ്യാം. അത് നന്നായിട്ട് തന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള നമ്മുടെ കൃഷി നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന കാര്യമാണ്. നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മുടെ കൃഷിയിടത്തിലെ ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറസ് മൂലമുള്ള അറ്റാക്കിൽ നിന്ന് രക്ഷിക്കാനും ചെടിയെ സംരക്ഷിക്കാനായിട്ട് നമുക്കിത് വീട്ടിൽ സൂക്ഷിച്ചു വയ്ക്കാം. ഇത് നമുക്ക് വെള്ളീച്ചയ്ക്കും ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാട് കൂടുതലായിട്ട് വെള്ളീച്ചയുടെ ശല്യമുള്ള അവസരത്തിൽ നമുക്കിത് സ്പ്രേ ചെയ്യാം. പച്ചമുളക്, അതുപോലെ തക്കാളി, ഇതുപോലെ പച്ചക്കറി കൃഷിയിലെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ നമ്മൾ ഇതിനു മുമ്പ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഫസ്റ്റ് കമൻ്റായിട്ട് ഞാൻ വെക്കാം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കാണണം കേട്ടോ. പിന്നെ പ്രത്യേകമായിട്ട് പറയുന്നത്, കുട്ടികൾ എടുക്കുന്ന സ്ഥലത്തൊന്നും വെക്കരുത്. കുറച്ച് ഉയരത്തിലോ അങ്ങനെ എന്തെങ്കിലും പിള്ളേരൊരിക്കലും എടുക്കാത്ത രീതിയിലുള്ള സ്ഥലത്ത് വേണം. നമ്മൾ എന്ത് സംഭവമാണ്, ജൈവമാണെങ്കിലും എന്ത് രീതിയിലുള്ള കീടനാശിനികളാണെങ്കിലും നമ്മൾ വെക്കാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഈ ഒരു അറിവ് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ പച്ചക്കറി വിത്തിൻ്റെ വീഡിയോയിൽ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും തന്നെ റിപ്ലൈ നമുക്ക് ഇതുവരെ വന്നിട്ടുള്ള എല്ലാവർക്കും തന്നെ റിപ്ലൈ അയച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു ഡിലേ ഒക്കെ വന്നാലും ഇനി പുതിയ ആൾക്കാർ വരുന്നവർ ക്ഷമിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം, അവരും കൃഷി ചെയ്യട്ടെ കൂടുതലായിട്ട്. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.